Morning. Good morning, ma'am. Good morning, miss. Okay. Start ചെയ്താലോ? ഫോർമുലാസ് ഒക്കെ പഠിക്കുന്നുണ്ടോ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. 19th വരെ നമ്മൾ പറഞ്ഞു നിർത്തിയല്ലേ. ഇനി 20 നോക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ പറയാം. പുറത്തു നിന്ന് എന്തെങ്കിലും സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. എനിക്ക് ഞാൻ ജനല് തുറന്നിട്ടേക്കാണ്. അപ്പോ അത് നമുക്ക് എന്തെങ്കിലും സൗണ്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ പറയാം. ചൂട് കാരണം ഭയങ്കര ബുദ്ധിമുട്ട് ക്ലാസ് റൂമിലൊക്കെ ഇരിക്കാനായിട്ട്. ഓക്കെ, പറഞ്ഞാൽ മതി. അപ്പൊ ഞാൻ ജനൽ അടച്ചോളാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 20 പേജ് നമ്പർ 61 എടുക്കാം കേട്ടോ. 61 തന്നെയാണോ നിങ്ങളുടെ പേജ് നമ്പർ? എനിക്ക് അറിയില്ല. അതെ, 20 നോക്കാം. Turn around, time for issue of blood and blood components. Time taken to be calculated from the time the request is received in the blood bank till the blood is cross-matched or reserved and available for transfusion. എന്താണ് നമ്മൾ ബ്ലഡുകള് ഇപ്പോ പല രീതിയിൽ ഇപ്പോ സർജറിയുമായിട്ട് ബന്ധപ്പെട്ടും ഡെലിവറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ നമുക്ക് ബ്ലഡുകൾ വേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ എന്ത് ചെയ്യും? നമ്മള് എവിടെ പോവും ബ്ലഡ് കളക്ട് ചെയ്യാനായിട്ട്? എവിടെയാ പോവാ? ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടല്ലോ നമ്മള്, ബ്ലഡ് ബാങ്കില് അല്ലെ. ബ്ലഡ് ബാങ്കിൽ പോവും അല്ലെ. വെറുതെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന ബ്ലഡ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് തരുമോ? നമുക്ക് തരുമോ? ഇല്ല. പകരം എന്ത് കൊണ്ടുപോകണം? നമ്മള് എന്തൊക്കെയാ കൊണ്ടുപോകട്ടെ? ഓക്കെ. അപ്പൊ എന്താണ്, ഏത് ഡോക്ടറെയാണ് അല്ലെങ്കിൽ ഏത് ഡോക്ടറാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ആ ഡോക്ടർ എന്ത് ചെയ്യും? ഒരു റിക്വസ്റ്റഡ് ഫോം തരും അല്ലെ. അതിനകത്ത് ഇപ്പോ രോഗിക്ക് ആവശ്യമായിട്ടുള്ള രോഗിയുടെ എന്താണ് പേര്, വിവരങ്ങൾ, അതുപോലെ തന്നെ എന്താണ് ഏത് രോഗമാണുള്ളത്, അത്തരത്തിലുള്ള എത്തരത്തിലുള്ള ക്വാണ്ടിറ്റി അല്ലെ, ഡീറ്റെയിൽ കാര്യങ്ങൾ ഉണ്ടാവും. എത്തരത്തിലുള്ള ക്വാണ്ടിറ്റിയിലാണ് ബ്ലഡുകൾ വേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും. ബ്ലഡ് ഗ്രൂപ്പ്, അതുപോലെ തന്നെ പിന്നെ എന്തും കൂടി നമ്മൾ കൊണ്ടുപോകണം? സാമ്പിൾ അല്ലെ, രോഗിയുടെ സാമ്പിള്. എന്തിനു വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത്? സാമ്പിൾ മാച്ച് ചെയ്ത് ക്രോസ് മാച്ച് ചെയ്ത് നോക്കാനായിട്ട് അല്ലെ. കറക്റ്റ് ആണോ, അനുയോജ്യമാണോ ഇല്ലയോ എന്നുള്ളത് മാച്ച് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ അവിടെ കൊണ്ടുപോകുന്നത്. അവിടെ അങ്ങനെയൊക്കെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ എന്താണ്, ക്രോസ് മാച്ച് ചെയ്തിട്ട് നമ്മള് അത് യോജിച്ചതാണോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് അത് ചെക്ക് ചെയ്തിട്ടാണ് തരുന്നത് അല്ലെ. അതിന്റെ ഫോർമുലയാണ് അവിടെ നമ്മൾ നോക്കുന്നത്. അപ്പോ എന്താണ്, അനുയോജ്യമാണോ അല്ലെങ്കിൽ അനുയോജ്യമാണോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്ലഡ് ബാങ്കിൽ പോയിട്ട് കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്യും. അപ്പൊ തന്നെ നമുക്ക് കിട്ടില്ല അല്ലെ. അത് ചെയ്ത് നോക്കി കറക്റ്റ് ആണോ അനുയോജ്യമാണോ ഇല്ലയോ എന്നൊക്കെ കുറച്ച് ടൈം എടുക്കും, നമ്മളവിടെ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോ അത്തരത്തിലുള്ള ഒരു പെർസെന്റേജ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. സം ഓഫ് ടൈം ടേക്കൺ ഡിവൈഡഡ് ബൈ total number of blood and blood components cross matched or reserved. ഓക്കെ, അപ്പൊ നമ്മൾ അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ എത്ര ടൈം എടുത്തോ എന്നുള്ളത് അത് ക്രോസ് മാച്ച് ചെയ്ത് നോക്കിയിട്ട് എത്ര ടൈം നമുക്ക് ബ്ലഡ് നമ്മുടെ കയ്യിലേക്ക് തരാൻ വേണ്ടിയിട്ട് എടുത്ത ടോട്ടൽ ടൈമിന്റെ ആകെ തുക എത്രയാണ് എന്നുള്ളത് അവിടെ എഴുതാം. ഡിവൈഡഡ് ബൈ total number of blood and blood components cross matched or reserved. ഇനി ക്രോസ് മാച്ച് ചെയ്തത് അല്ലെ, ബ്ലഡിന്റെയും ബ്ലഡ് കമ്പോണന്റിന്റെയും ടോട്ടൽ എണ്ണം ക്രോസ് മാച്ച് ചെയ്ത് നോക്കിയിട്ടുള്ള ബ്ലഡിന്റെയും ബ്ലഡ് കമ്പോണന്റിന്റെയും ടോട്ടൽ എണ്ണം. അതുപോലെ തന്നെ റിസർവ് ചെയ്ത് വെച്ചു കേട്ടോ. റിസർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? റിസർവ് കരുതി വെക്കപ്പെട്ട അല്ലെ, നമ്മള്
ബഫർ സ്റ്റോക്കിലൊക്കെ നമ്മൾ പഠിച്ചല്ലേ, റിസർവ്ഡ് സ്റ്റോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അതല്ല, എന്നാലും ഞാൻ പറഞ്ഞതാണ്, അതിന്റെ ഒരു മീനിങ് ആണ് പറഞ്ഞത് കേട്ടോ. കരുതി വെക്കപ്പെട്ട അല്ലെ, റിസർവ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ക്രോസ് മാച്ച് ചെയ്ത് നോക്കിയിട്ടുള്ള അത് എത്രയാണോ അതിന്റെ ടോട്ടൽ നമ്പർ അവിടെ ഇല്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് എന്താ, നേഴ്സ് പേഷ്യന്റ് റേഷ്യോ ഫോർ ICUs ആൻഡ് വാർഡ്. നമ്മൾ ICU പഠിച്ചിരുന്നു അല്ലെ. നേഴ്സ് പേഷ്യന്റ് റേഷ്യോ എത്രയാണ് ഓർമ്മയുണ്ടോ? ആദരം മിസ് എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ. നേഴ്സ് പേഷ്യന്റ് റേഷ്യോ 1:1, 1:2 അല്ലെ. ഓക്കെ. അപ്പൊ ജനറൽ വാർഡിലാകുമ്പോ 1:6 ആണ്. അതുപോലെ തന്നെ സ്പെഷ്യലൈസ്ഡ് വാർഡിലൊക്കെ ആകുമ്പോൾ എന്താണ് 1:4. ആ റേഷ്യോയിലാണ് അവിടെ നേഴ്സ് പേഷ്യന്റ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോ എന്താണ് നേഴ്സ് പേഷ്യന്റ് റേഷ്യോ ഫോർ ICUs ആൻഡ് വാർഡിലത്തെ അതിന്റെ ഫോർമുലയാണ് നമ്മൾ നോക്കുന്നത്. ഫോർമുല നോക്കാം. നമ്പർ ഓഫ് നഴ്സിംഗ് സ്റ്റാഫ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒക്യുപ്പൈഡ് ബെഡ്. അതായത് നമ്പർ ഓഫ് നഴ്സിംഗ് സ്റ്റാഫ് അല്ലെ. അപ്പൊ 1:1 എന്ന് പറയുമ്പോൾ ഒരു പേഷ്യന്റിന് ഒരു നേഴ്സ് എന്ന റേഷ്യോയിലാണ് അവിടെ വരുന്നത് അല്ലെ. എന്താണ്, എത്ര നേഴ്സ് ആണ് അവിടെ ഉള്ളത്? ഓക്കെ, നമ്പർ ഓഫ് നഴ്സിംഗ് സ്റ്റാഫ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒക്യുപ്പൈഡ് ബെഡ്. അതായത് എന്താണ്, പേഷ്യന്റ് കൈവശപ്പെടുത്തിയിട്ടുള്ള ബെഡിന്റെ എണ്ണം. പേഷ്യന്റ് കിടക്കുന്നത് അനുസരിച്ചാണ് ഓരോ നേഴ്സിനെയും നമ്മൾ നോക്കുന്നത് അല്ലെ, തീരുമാനിക്കുന്നത് അല്ലെ. ഓക്കെ, ഇപ്പൊ ജനറൽ വാർഡിലൊക്കെ ആകുമ്പോ എന്താണ് 1:6. അതുപോലെ തന്നെ സ്പെഷ്യലൈസ്ഡ് വാർഡിലൊക്കെ ആകുമ്പോൾ 1:4 എന്ന നിലയിലാണ് റേഷ്യോ പോകുന്നത്. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കിയേ, പേഷ്യന്റ് കൈവശപ്പെടുത്തിയിട്ടുള്ള ബെഡിന്റെ എണ്ണം എത്രയാണ്, അതാണ് അവിടെ എഴുതേണ്ടത്. ഓക്കെ, ഇപ്പൊ ടോട്ടൽ നഴ്സിംഗ് സ്റ്റാഫിന്റെ എണ്ണം, അതുപോലെ പേഷ്യന്റ് കൈവശപ്പെടുത്തിയിട്ടുള്ള ബെഡിന്റെ എണ്ണം എത്രയാണ്. ഓക്കെ, വായിച്ചു നോക്കിയേ. 20 and 21 ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം കേട്ടോ. 22 നോക്കാം. വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട്പേഷ്യന്റ് കൺസൾട്ടേഷൻ. ഓക്കെ, വെയിറ്റിംഗ് ടൈം എന്ന് പറയുമ്പോൾ നമ്മുടെ ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു പേഷ്യന്റ് വന്നു, അവർ എന്തിനൊക്കെ വെയിറ്റ് ചെയ്തിരിക്കേണ്ടതായിട്ട് വരും? എങ്ങനെയൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യണം? ഡോക്ടറെ കാണാനായിട്ടോ അല്ലെ, നമ്മള് ഹോസ്പിറ്റലിൽ എത്തി, നമ്മൾ എവിടേക്ക് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട്? ഡോക്ടറെ കാണാം. പിന്നെ മെഡിസിൻസ് വാങ്ങിക്കാനായിട്ട് നമ്മള് അല്ലെ, അപ്പോയിന്റ്മെന്റ് എടുക്കാനായിട്ട് നമ്മൾ ആദ്യം നമ്മൾ എത്തി, അത് കഴിഞ്ഞ് രജിസ്റ്റർ ചെയ്യും, ഡോക്ടറെ വിളിക്കും, എന്നിട്ട് ഡോക്ടറെ കാണും. ഡോക്ടറെ കണ്ടു കഴിഞ്ഞ് ഡോക്ടറെ കാണാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ലാബ് ടെസ്റ്റ് ഉണ്ടെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഡോക്ടറെ കണ്ട് പ്രിസ്ക്രിപ്ഷൻ വാങ്ങിച്ച് നമ്മളവിടെ പോവും, ഫാർമസിയിൽ പോവും. അപ്പൊ അവിടെയും ഒരു ടോക്കൺ എടുത്തിട്ട് നമ്മൾ അവിടെ ഇങ്ങനെ കുത്തിയിരിക്കണം അല്ലെ, വെയിറ്റ് ചെയ്തിരിക്കാറുണ്ട് അല്ലെ. ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ പോയി കഴിയുമ്പോൾ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. അപ്പൊ പോയി കഴിയുമ്പോൾ നമ്മളിങ്ങനെ വന്നവര് ആദ്യം ഡോക്ടറെ കാണും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ചിലവരൊക്കെ ഇങ്ങനെ ഓടി വന്നിട്ട് കാണാറുണ്ട് ഇല്ലേ, ചില
പ്രായമായവരൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമാണ്. കൺസിഡർ ചെയ്യാം. നമ്മുടെ പ്രായമായവരൊക്കെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് കയറ്റി വിടാറുണ്ട്. അതുപോലെ ചിലവരെ ഇടയ്ക്കൊക്കെ വന്നിട്ട് ഇങ്ങനെ കയറി പോകും അല്ലെ. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക്. നമ്മളും ഒന്നും വെയിറ്റ് ചെയ്തിരിക്കുമ്പോ വളരെ ബുദ്ധിമുട്ടാണ്. ചിലവരൊക്കെ അങ്ങനെ വന്ന് കയറിയിട്ട് പോവാറുണ്ട്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ ഹാർട്ട് പേഷ്യന്റ് കൺസൾട്ടേഷന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്, എവിടെയൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്, അതിന്റെ ഫോർമുലയാണ് അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത്. വെയിറ്റിംഗ് ടൈം ഈസ് ലെങ്ത് ഓഫ് ടൈം which one should wait in order to for a specific actions to happen after that actions is called for or mandated. Waiting time for outpatient consultation is time from which the patient has come to the respective outpatient department. It may or may not be the same time as the registration till the time that the respected consultant, not the junior doctor or the secretary, begins the assessment. അതായത് ഇവിടെ പറയുന്നത്, നമ്മൾ പറഞ്ഞിരുന്നു വെയിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിക്കുലർ ടൈമിൽ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് അല്ലെ. ഡോക്ടറെ കാണാനായിട്ടോ അല്ലെങ്കിൽ ഇപ്പൊ മെഡിസിൻസ് ഒക്കെ വാങ്ങിക്കാനായിട്ടോ കളക്ട് ചെയ്യാനായിട്ടോ ഒക്കെയാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കാറ്. ഇവിടെ പറയുന്നത്, ഇവര് പറയുന്ന വെയിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു പേഷ്യന്റ് എത്തി ഡോക്ടർ പ്രാഥമിക വിലയിരുത്തൽ നടത്തുന്നത് എപ്പോഴാണോ അവിടെ വരെയുള്ള ടൈമിനെയാണ് വെയിറ്റിംഗ് ടൈം ആയിട്ട് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു പേഷ്യന്റ് എത്തി ഡോക്ടർ പ്രാഥമിക വിലയിരുത്തൽ നടത്തുന്നത് എപ്പോഴാണോ അവിടെ വരെയുള്ള ടൈമിനെയാണ് വെയിറ്റിംഗ് ടൈം ആയിട്ട് ഇവിടെ പറയുന്നത്. അതിന്റെ ഫോർമുല നോക്കാം കേട്ടോ. സം ടോട്ടൽ പേഷ്യന്റ് ഇൻ ടൈം ഫോർ കൺസൾട്ടേഷൻ ഓർ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട് പേഷ്യൻസ്. ഓക്കെ, സം ടോട്ടൽ പേഷ്യന്റ് ഇൻ ടൈം ഫോർ കൺസൾട്ടേഷൻ, അതായത് കൺസൾട്ടേഷന് വേണ്ടിയിട്ട് ആ പേഷ്യന്റ് എടുത്ത ആ സമയത്തിന്റെ ആകെ തുക. ഓക്കെ, പേഷ്യന്റ് അവിടെ എത്തി ആ കൺസൾട്ടേഷന് വേണ്ടിയിട്ട് എടുത്ത ആകെ തുക ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഔട്ട് പേഷ്യൻസ്. എത്ര പേരാണോ അവിടെ ഔട്ട് പേഷ്യൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അവര് കൺസൾട്ടേഷന് വേണ്ടിയിട്ട് എടുത്ത ആകെ തുക എത്രയാണ്, എത്ര പേഷ്യൻസ് അവിടെ ഔട്ട് പേഷ്യൻസ് ആയിട്ട് വന്നിട്ടുണ്ട്, അവരുടെ ടോട്ടൽ നമ്പർ. അതാണ് അതിന്റെ ഫോർമുല ആയിട്ട് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ഇത് വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്സ്. ഓക്കെ, ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, രോഗനിർണയം നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടല്ലേ. ഓക്കെ, എങ്ങനെയാണ് രോഗനിർണയം നടത്തുന്നത്? ഒരു രോഗി വന്നു, എന്ത് ചെയ്തു, ഡോക്ടറെ കണ്ടു, ഡോക്ടർ പറഞ്ഞു നമുക്ക് അസുഖം മാറുന്നില്ലല്ലോ, തുടർച്ചയായിട്ട് കാണുന്നതാണ് അല്ലെ. അപ്പൊ 1 അല്ലെങ്കിൽ 2 ആഴ്ചക്ക് ജസ്റ്റ് ഒന്ന് മരുന്ന് കാര്യങ്ങളൊക്കെ എഴുതും. പിന്നീട് ചിലപ്പോ എന്ത് ചെയ്യും, ചില ഭയങ്കര കഠിനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ടെസ്റ്റിന് എഴുതാറുണ്ട്. ഇപ്പൊ തലവേദന മാറുന്നില്ല, 1-2 ആഴ്ചയായിട്ട് തുടരുന്നു എന്നൊക്കെയാണെങ്കിൽ ഡോക്ടർ പറയും മരുന്ന് ഞങ്ങൾക്ക് എഴുതുന്നില്ല, ആദ്യം എന്താണ് MRI പോയിട്ട് എടുത്തിട്ട് വരാൻ പറയും അല്ലെ. അങ്ങനെ MRI നമ്മൾ എടുക്കുന്നു, അതിന്റെ ടെസ്റ്റിന്റെ റിസൾട്ടിന്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡോക്ടേഴ്സ് മരുന്നൊക്കെ എഴുതി തരുന്നത് നമുക്ക്. ഓക്കെ, അതാണ് അവിടെ എഴുതുന്നത്. നമ്മൾ പറയുന്ന ഫോർമുല വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്സ്. Waiting time for diagnostics is the time from which the patient has come to the diagnostic services till the time that the test is started. അതായത് രോഗി ഹോസ്പിറ്റലിലെത്തി, ഡോക്ടർ രോഗിയെ കാണുന്നു അല്ലെ, രോഗിയെ കാണുന്നു, ഡോക്ടർ എന്ത് ചെയ്യുന്നുണ്ട്, സ്കാനിങ്ങിന് എഴുതി കൊടുക്കും. അങ്ങനെ ഒരു റിക്വസ്റ്റ് അല്ലെങ്കിൽ ആ പ്രിസ്ക്രിപ്ഷനുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, രോഗി റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകും അല്ലെ. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് പോയിട്ട് അവിടെ അവരെ കാണിക്കുന്നു. അതിനുശേഷം അവരെന്ത് പറയും, നമ്മള് വെയിറ്റ് ചെയ്തിരുന്നോളൂ, നമ്മൾ അവിടെ രജിസ്റ്റർ ചെയ്യും, വെയിറ്റ് ചെയ്തിരിക്കും, ടൈം ആകുമ്പോൾ വിളിക്കാം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, MRI കാര്യങ്ങളൊക്കെ എടുത്ത് അതിന്റെ റിസൾട്ടുമായിട്ട് തിരികെ എന്ത് ചെയ്യും, ഡോക്ടറെ വന്ന് കാണും. ഡോക്ടറാണ്
എന്ത് ചെയ്യാ, മരുന്നുകൾ എഴുതുന്നത് അല്ലെ, തരത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിപ്പാർട്ട്മെന്റ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ എത്തുന്നത് മുതൽ നമ്മളെ സ്കാനിങ്ങിന് വിധേയമാക്കുന്നത് വരെയുള്ള ആ ടൈം ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ, അതാണ് വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? രോഗനിർണയം നടത്തുന്ന ആ ടൈം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമ്മൾ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തി അത് മുതൽ നമ്മളെ സ്കാനിങ്ങിന് വിധേയമാക്കുന്നത് വരെയുള്ള ടൈം ഗ്യാപ്പ്. ഓക്കെ, അതാണ് വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതിന്റെ ഫോർമുല നോക്കി, സം ടോട്ടൽ പേഷ്യന്റ് റിപ്പോർട്ടിംഗ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഷ്യൻസ് റിപ്പോർട്ടഡ് ഇൻ ഡയഗ്നോസ്റ്റിക്സ്. ഓക്കെ, അവിടെ ഫോർമുലയിൽ തെറ്റുണ്ട്. നമ്മൾ പറഞ്ഞു ന്യൂമറേറ്റർ തന്നെയാണ് അല്ലെ അതിന്റെ ഹെഡിങ് എന്ന് പറയുന്നത്. അതൊരു തെറ്റുണ്ട് കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തിരുത്തിയിട്ടുണ്ടാന്ന് അറിയില്ല, ഞാൻ വായിക്കാം. സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഡയഗ്നോസ്റ്റിക്സ് ഡിവൈഡഡ് ബൈ, ബാക്കിയുള്ളത് കറക്റ്റ് ആണ്, നമ്പർ ഓഫ് പേഷ്യൻസ് റിപ്പോർട്ടഡ് ഇൻ ഡയഗ്നോസ്റ്റിക്സ്. കറക്റ്റ് ആണോ? റോങ് ആണ് അല്ലെ, അത് തിരുത്തി എഴുതാം കേട്ടോ, തിരുത്തി എഴുതാം. സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഡയഗ്നോസ്റ്റിക്സ്, sum of time taken for diagnostics divided by number of patient reported in diagnostics. കിട്ടിയോ എല്ലാവർക്കും? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കറക്റ്റ് ആയിട്ട് ചെയ്താട്ടോ. ഓക്കെ, കിട്ടിയില്ലേ? ഒന്നുകൂടി വായിക്കാം. സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഡയഗ്നോസ്റ്റിക്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഷ്യൻസ് റിപ്പോർട്ടഡ് ഇൻ ഡയഗ്നോസ്റ്റിക്സ്. ഓക്കെ, അപ്പൊ എന്താണ് അവിടെ നോക്കിയേ? സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഡയഗ്നോസ്റ്റിക്സ് അല്ലെ, ഡയഗ്നോസ്റ്റിക്സിന് വേണ്ടിയിട്ട് രോഗനിർണയത്തിന് വേണ്ടിയിട്ട് എടുത്ത ടൈം എത്രയാണ്, അതിന്റെ സം ടോട്ടൽ ടൈം ഡിവൈഡഡ് ബൈ എന്താണ്, നമ്പർ ഓഫ് പേഷ്യൻസ് റിപ്പോർട്ടഡ് ഇൻ ഡയഗ്നോസ്റ്റിക്സ് അല്ലെ, എന്താണ് ഈ രോഗനിർണയത്തിന് വേണ്ടിയിട്ട് വന്ന മൊത്തം പേഷ്യൻസിന്റെ ആകെ എണ്ണം എത്രയാണ്. ഓക്കെ, എടുത്ത ടൈം, രോഗനിർണയത്തിന് വേണ്ടിയിട്ട് എടുത്ത ടൈം എത്രയാണ് ഡിവൈഡഡ് ബൈ രോഗനിർണയവുമായിട്ട് ബന്ധപ്പെട്ട് വന്ന പേഷ്യൻസിന്റെ മൊത്തം എണ്ണം എത്രയാണ്. കിട്ടിയോ? വായിച്ചു നോക്കിയേ 22 and 23.
വായിച്ചു കഴിഞ്ഞവര് നെക്സ്റ്റ് നോക്കാം. 24 ഫോർമുല നോക്കി. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്. നമുക്കറിയാലോ ഡിസ്ചാർജിന്റെ ടൈം അല്ലെ. ഡിസ്ചാർജിന് എത്ര ടൈം എടുക്കുന്നു എന്നുള്ളതാണ് ആ ഫോർമുലയായിട്ട് നമ്മൾ അവിടെ കാണുന്നത്. The discharge process is considered to have initiated when the consultant formally approves the discharge and ends with the patient leaving the clinical unit. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു ഡോക്ടർ എന്ത് ചെയ്തു, രോഗിക്ക് ഫോർമൽ ആയിട്ട് ഡിസ്ചാർജ് കൊടുത്തു. അല്ലെ, നമുക്കറിയാം കാലത്ത് ഡോക്ടർ റൗണ്ട്സിന് വരുമ്പോൾ പേഷ്യന്റിന്റെ കണ്ടീഷൻ വളരെ ഭേദമായി, നല്ല രീതിയിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഡോക്ടർ എന്ത് ചെയ്യും, ഡിസ്ചാർജിന് എഴുതും അല്ലെ, ഡിസ്ചാർജ് ചെയ്യാം, ഇന്ന് ഡിസ്ചാർജ് ആയിക്കോളൂ എന്ന് പറയാറുണ്ട് ഇല്ലേ. ഇനി ഡിസ്ചാർജ് കൊടുത്തു കഴിഞ്ഞിട്ട്, ഡിസ്ചാർജ് പറഞ്ഞു കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ ഡിസ്ചാർജ് ആയി പോകുമോ? പോവാറുണ്ടോ? ഇല്ല. പിന്നെ എപ്പോഴൊക്കെ പോവാറ്? കാലത്ത് ഡോക്ടർ ഡിസ്ചാർജ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ബില്ലും കാര്യങ്ങളൊക്കെ മരുന്നും കാര്യങ്ങളൊക്കെ ആയി വൈകിട്ട് അല്ലെങ്കിൽ എന്താണ് ചിലപ്പോ രാത്രി വരെ, ചിലപ്പോ ഉച്ചയ്ക്ക് ശേഷമൊക്കെയാണ് നമ്മള് വീട്ടിലേക്ക് എത്തുന്നത് അല്ലെ. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. ഡോക്ടർ രോഗിക്ക് ഫോർമൽ ആയിട്ട് ഡിസ്ചാർജ് കൊടുത്തു കഴിഞ്ഞ് പേഷ്യന്റ് ക്ലിനിക്കൽ യൂണിറ്റിൽ നിന്ന്, അതായത് ഹോസ്പിറ്റലിൽ നിന്ന് ലീവ് ചെയ്തു പോകുന്നത് വരെയുള്ള ടൈം ഗ്യാപ്പിനെയാണ് ഡിസ്ചാർജ് പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ടൈം ഗ്യാപ്പാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഡോക്ടർ ഇപ്പൊ കാലത്ത് ഡിസ്ചാർജ് ആയി പോവാൻ പറയുകയാണെങ്കിലും നമ്മൾ പോകുന്നത് എപ്പോഴാണ്? ഈവനിങ്, രാത്രി അല്ലെങ്കിൽ വൈകുന്നേരം ഒക്കെയാണ്. അപ്പൊ അതാണ് അവിടെ പറയുന്നത്. ഫോർമൽ ആയിട്ട് ഡിസ്ചാർജ് പറഞ്ഞു കഴിഞ്ഞ് രോഗി എന്ത് ചെയ്യുന്നത്, ക്ലിനിക്കൽ യൂണിറ്റ് അതായത് ഹോസ്പിറ്റലിൽ നിന്ന് ലീവ് ചെയ്ത് പോകുന്നത് വരെയുള്ള ടൈം ഗ്യാപ്പ്, അതിനെയാണ് നമ്മൾ ഈ ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ് ആയിട്ട് ആ ഫോർമുല കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിനെയാണ് ഡിസ്ചാർജ് പ്രോസസ് എന്ന് പറയുന്നത്. ആ ഫോർമുലയാണ് നമ്മൾ അവിടെ ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത്. ഫോർമുല നോക്കിയേ. സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഷ്യൻസ് ഡിസ്ചാർജ്. ഓക്കെ, അപ്പോൾ ഡിസ്ചാർജ് കൊടുക്കുന്നതിന്റെ ആ ടൈമാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിന്റെ ഫോർമുല നോക്കാൻ ഒന്നുകൂടി. സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്, ഡിസ്ചാർജിന് വേണ്ടി എടുത്ത ടൈമിന്റെ ആകെ തുക ഡിവൈഡഡ് ബൈ എന്താണ്, നമ്പർ ഓഫ് പേഷ്യൻസ് ഡിസ്ചാർജ്. എത്ര പേഷ്യന്റ് ആണ് അവിടുന്ന് ഡിസ്ചാർജ് ആയിട്ടുള്ളത്? ഓക്കെ, ഡിസ്ചാർജ് ആയിട്ടുള്ള പേഷ്യൻസിന്റെ ടോട്ടൽ നമ്പർ. ഇനി അവിടെ എന്താണ് പറഞ്ഞത്? ടൈം ഓഫ് സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്. ഡിസ്ചാർജിന് വേണ്ടി എടുത്ത ആ ടൈമിന്റെ ആകെ തുക ഡിവൈഡഡ് ബൈ എത്ര പേർക്ക് ഡിസ്ചാർജ് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്, അവരുടെ ടോട്ടൽ നമ്പർ. നെക്സ്റ്റ് ആണ് 25th.
percentage of a medical record having incomplete and or improper consent. എന്താണ് കൺസെന്റ് എന്ന് പറഞ്ഞാൽ? കൺസെന്റ് സമ്മതപത്രം അല്ലെ? ഓക്കെ, നമുക്ക് നോക്കാം. Informed consent is a type of consent in which the healthcare provider has a duty to initiate his or her patient about the procedure, its potential risk and benefit, alternative procedure and treatment with the risk and benefits, so as to make the patient able to take an informed decision of his or her health care. അതായത് ഇപ്പൊ ഒരു പേഷ്യന്റിന് പുതിയതായിട്ട് ട്രീറ്റ്മെന്റുകൾ കൊടുക്കുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഒരു കൺസെന്റ് ഫോം നമ്മൾ ഫിൽ ചെയ്ത് വാങ്ങിക്കണം. ഇപ്പൊ ചില ക്യാൻസർ പേഷ്യന്റിന് അല്ലെങ്കിൽ റയർ കേസുള്ള രോഗങ്ങളായിട്ട് വരുന്ന പേഷ്യൻസ് ഒക്കെ ഉണ്ടാവില്ലേ, അവർക്ക് നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കാം, ഇന്ന ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, ഇന്ന മരുന്നുകൾ നമ്മൾ കഴിക്കേണ്ടതായിട്ട് വരും, ഇത്രയും രൂപ ചെലവാക്കേണ്ടതായിട്ട് വരും, ഇത്ര മാസം നമ്മൾ കഴിക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള മരുന്നുകൾ നമ്മൾ കഴിക്കുമ്പോൾ സൈഡ് എഫക്ട്സുകൾ ഉണ്ടാവും. ഇപ്പൊ ക്യാൻസർ പേഷ്യന്റിന് തന്നെ നമ്മൾ കീമോ ചെയ്യുമ്പോൾ അല്ലെ, റേഡിയേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ട് വരാറുണ്ട് അല്ലെ, ഛർദ്ദിക്കല്, അതുപോലെ തന്നെ പല രീതിയിലുള്ള സൈഡ് എഫക്ട്സുകൾ അവർക്ക് ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ട്രീറ്റ്മെന്റുകൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പേഷ്യൻസിന്റെ കൺസെന്റ് വാങ്ങിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്, ഇല്ലേ? ചില ഹോസ്പിറ്റലുകൾ എന്ത് ചെയ്യും, അവരവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചിട്ട് അവര് ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യും. രോഗികളോട് ഇങ്ങനെയുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാവും, അങ്ങനെയുള്ള ഇത്ര രൂപ ചെലവ് വരും, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാതെയാണ് ചില ഹോസ്പിറ്റലുകാർ എന്ത് ചെയ്യുന്നത്, ഇന്ന ട്രീറ്റ്മെന്റുകൾ രോഗികൾക്ക് ചെയ്യുന്നത്. അപ്പൊ എന്താണ്, അവർക്ക് സൈഡ് എഫക്ട്സുകൾ ഉണ്ടാവാം. ചിലപ്പോ ഡീറ്റെയിൽ ഒന്നും പറയില്ല. എന്താണ്, ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഇങ്ങനെ ഡീറ്റെയിലും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാതെ ഇങ്ങനെ ട്രീറ്റ്മെന്റുകൾ ചെയ്യുമ്പോൾ അവർക്ക് എന്താണ്, ചില രോഗികൾക്ക് മരണം വരെ സംഭവിക്കും. ഓക്കെ, കൃത്യമായിട്ടുള്ള രോഗികളുടെ കാര്യങ്ങളുള്ള കൃത്യമായിട്ടുള്ള സമ്മതം ഒന്നും കൂടാതെയാണ് അവർ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെ, അങ്ങനെ മരണം വരെ സംഭവിക്കും. അപ്പോ ഇവിടെ ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങളിലൂടെ ഇന്ന കാര്യങ്ങൾ പ്രൊസീജിയറിലൂടെയും ഇന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടും രോഗിയുടെ പ്രത്യേകമായിട്ടുള്ള കൺസെന്റ് ഇല്ലാതെ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് പാടില്ല. അവർക്ക് ചെയ്തു കൊടുക്കാനായിട്ടോ ട്രീറ്റ്മെന്റുകളോ ഒന്നും ചെയ്തു കൊടുക്കാനായിട്ട് പാടില്ല. അപ്പൊ ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെയുള്ള ഫോർമാലിറ്റീസ് ചെയ്യാറില്ല ചില ഹോസ്പിറ്റലുകളിൽ. അതിന്റെ പെർസെന്റേജ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം. നമ്പർ ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ഹാവിംഗ് incomplete and divided or improper consent or number of discharge and death into 100. അതായത് നമുക്ക് നോക്കിയേ, നമ്പർ ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ഹാവിംഗ് ഇൻകംപ്ലീറ്റ് എന്താണ്, കൃത്യമല്ലാത്ത സമ്മതങ്ങള് എത്ര എണ്ണമാണ് മെഡിക്കൽ റെക്കോർഡ്സിൽ വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, കൃത്യമല്ലാത്ത സമ്മതങ്ങള് എത്ര എണ്ണമാണ് മെഡിക്കൽ റെക്കോർഡ്സിൽ വന്നിരിക്കുന്നത്. അതായത് രോഗികൾക്ക് കൊടുക്കുന്നത് എങ്ങനെയാണ്, കൺസെന്റ് ഫോം അല്ലെങ്കിൽ സമ്മതം ഇല്ലാതെയാണ് ട്രീറ്റ്മെന്റുകൾ ചെയ്യുന്നത്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. കൃത്യമല്ലാത്ത സമ്മതങ്ങൾ എത്ര എണ്ണമാണ് മെഡിക്കൽ റെക്കോർഡ്സിൽ വന്നിട്ടുള്ളത് ഡിവൈഡഡ് ബൈ ഇംപ്രോപ്പർ കൺസെന്റ്. ഇങ്ങനെയുള്ള ഈ റിസ്കുകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാതെ എന്താണ്, ചിലവർക്ക് ഡെത്ത് സംഭവിക്കാം, ചിലവര് ഇന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല, ഞങ്ങളോട് സമ്മതം ചോദിച്ചിട്ടില്ല ട്രീറ്റ്മെന്റുകൾ ചെയ്യേണ്ടതിന് എന്ന് പറഞ്ഞിട്ട് അവരെ എന്ത് ചെയ്യാം, ഞങ്ങൾ ഡിസ്ചാർജ് ആയി പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഡിസ്ചാർജ് ആയി പോകും ചിലവര്. അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, നമ്പർ ഓഫ് ഡിസ്ചാർജസ് ആൻഡ് ഡെത്ത്. ഓക്കെ, അപ്പോ ഇംപ്രോപ്പർ ആയിട്ടുള്ള കൺസെന്റ് എന്താണ്, സമ്മതം ഇല്ലാത്തതും, അതുപോലെ തന്നെ അവര് ഡെത്ത് സംഭവിക്കാം, അതുപോലെ തന്നെ ഞങ്ങളോട് ഇന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടല്ല ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്
എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിസ്ചാർജ് ആയി പോകുന്നുണ്ട്. മനസ്സിലായോ? അതേ ഇൻറ്റു 100. ഒന്നുകൂടി പറയാം, കൃത്യമല്ലാത്ത സമ്മതങ്ങൾ എത്ര എണ്ണമാണ് മെഡിക്കൽ റെക്കോർഡ്സിൽ വന്നിരിക്കുന്നത്, അതേ ഡിവൈഡഡ് ബൈ. ഇനി നമ്മൾ കൃത്യമായിട്ടുള്ള റിസ്കുകൾ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാതെ ചിലവര് മരിക്കാം, ഡെത്ത് സംഭവിക്കാം, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങള് പറഞ്ഞു തന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചിലവര് ഡിസ്ചാർജ് ആയി പോകാം. ഓക്കെ, അവരുടെ ടോട്ടൽ നമ്പർ അവിടെ എഴുതണം ഇൻറ്റു 100. അല്ല, രണ്ടും ഡിവൈഡ് അല്ല. ഫസ്റ്റ് കാണുന്നത് ഡിവൈഡ് ആണ്, ഇൻകംപ്ലീറ്റ് ആൻഡ് ഡിവൈഡ് ആണ് അവിടെ വരുന്നത്. മറ്റേത് ഓർ ആണ് കേട്ടോ, ഓർ ആണ് വരുന്നത്. ഡിലീറ്റ് ഡിവൈഡ് എന്ന് പറയുന്നത് ഓർ ആണ്. കൃത്യമായിട്ടുള്ള സമ്മതമില്ല, അല്ലെങ്കിൽ അവർ ഡിസ്ചാർജ് ആയി പോകുന്നു, ഡെത്ത് ആയി പോകുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അതാണ് ഞാൻ എടുത്തെടുത്ത് പറഞ്ഞത്. ഓക്കെ, അയച്ചു. Next to answer gate 26. Next one, 26. Stock out rate of emergency medicines. A stock out is an event which happens when an item listed as an emergency medication by the organization is not available upon the requested requirement date in the organization. എന്താണ് സ്റ്റോക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ? എന്തായിരിക്കാം മീനിങ് സ്റ്റോക്ക് ഔട്ട്?
സ്റ്റോക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ? എക്സ്പയറി ആയി പോവാ. കഴിയുക. ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ പറയുന്നുണ്ട് എമർജൻസി മെഡിസിൻസ് സ്റ്റോക്ക് ഔട്ട് ആയി പോകുന്ന റേറ്റ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് സ്റ്റോക്ക് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഒരു ഹോസ്പിറ്റലിന് കുറച്ച് എമർജൻസി മെഡിസിന്റെ ലിസ്റ്റ് ഉണ്ടാവും. ആ ലിസ്റ്റുകള് നമ്മൾ എന്താണ് എമർജൻസി മെഡിസിൻ ആയിട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ആ മെഡിസിൻസുകള് എമർജൻസി മെഡിസിനുകൾ ഒരു സ്ഥാപനത്തിന് ആവശ്യമായിട്ട് വരുന്ന സമയത്ത് ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കില്ല. ഓക്കെ, ചിലപ്പോൾ തീർന്നു പോവാം, അല്ലെ, കഴിഞ്ഞു പോവാം, നമ്മൾ പറഞ്ഞ കഴിഞ്ഞു പോവാം, തീർന്നു പോവാം, എക്സ്പയറി ആയി പോവാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ആവശ്യമായിട്ട് വരുന്ന സന്ദർഭങ്ങളിലൊന്നും അത് ചിലപ്പോൾ അവിടെ അവൈലബിൾ ആയിരിക്കും. അതിനെയാണ് നമ്മൾ സ്റ്റോക്ക് ഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്റ്റോക്ക് ഔട്ട് ആയി പോകുന്നതിന്റെ റേറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫോർമുല നോക്കിയേ. നമ്പർ ഓഫ് സ്റ്റോക്ക് ഔട്ട്സ് of emergency drugs divided by number of drugs listed as the emergency drugs in the hospital formulary into അവിടെ ഒരു into ചേർത്ത് കൊടുക്കാം കേട്ടോ, into 100 into 100. ഓക്കെ, അവിടെ into എല്ലാം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, അവിടെ into ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ അതിന്റെ ഫോർമുല നോക്കിയേ. നമ്പർ ഓഫ് സ്റ്റോക്ക് ഔട്ട് ഓഫ് എമർജൻസി ഡ്രഗ്സ്, ഇതാണ് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ളത്. എത്ര എമർജൻസി ഡ്രഗ്സുകളാണ് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ളത്, അതിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡ്രഗ്സ് ലിസ്റ്റഡ് ആസ് ദ എമർജൻസി ഡ്രഗ്സ് ഇൻ ദ ഹോസ്പിറ്റൽ ഫോർമുലറി ഇൻടു 100. എന്താണ് ഹോസ്പിറ്റൽ ഫോർമുലറിയില് എമർജൻസി ഡ്രഗ്സുകളായിട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഡ്രഗ്സുകളുടെ എണ്ണം എത്രയാണ്? ഓക്കെ, അതിന്റെ ടോട്ടൽ നമ്പർ അറിയുക, ഇൻടു 100 കൊടുക്കുക. അതാണ് അതിന്റെ ഫോർമുല ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര എമർജൻസി ഡ്രഗ്സുകളാണ് സ്റ്റോക്ക് ഔട്ട് ആയിട്ടിരിക്കുന്നത്. ഇനി ഹോസ്പിറ്റൽ ഫോർമുലറിയിൽ എമർജൻസി ഡ്രഗ്സുകളായിട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നതിന്റെ ടോട്ടൽ നമ്പർ ഇൻടു 100. നെക്സ്റ്റ് നോക്കാം. നമ്പർ ഓഫ് വാരിയേഷൻസ് ഒബ്സർവ്ഡ് ഇൻ മോക്ക് ഡ്രിൽസ്. എന്താണ് മോക്ക് ഡ്രിൽസ് എന്ന് പറഞ്ഞാൽ? എന്തായിരിക്കാം മോക്ക് ഡ്രിൽ? ഡാറ്റ സിസ്റ്റം. മോക്ക് ഡ്രിൽ എന്തായിരിക്കാം? ഓക്കെ, ഹാൻഡിൽ എമർജൻസി സിറ്റുവേഷൻ. ഓക്കെ, അത് നമുക്ക് പറയാൻ പറ്റും. വേറെ എന്തെങ്കിലും ഉണ്ടോ? തന്നെയാണ്. നോക്കാം. Mock drill is a stimulation exercise of a preparedness of any type of event. It could be an event or a disaster. This is basically a dry run or preparedness drill. For example, fire mock drill, disaster drill, cold room drill, global pandemic preparedness drill. അപ്പൊ മോക്ക് ഡ്രിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇപ്പോ ഒരു അനുകരണമാണ്, അല്ലെ, ഒരു സിമുലേഷൻ ആണ്. ഇപ്പൊ എന്തെങ്കിലും ഇവന്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുന്നതുമായിട്ട് അല്ലെങ്കിൽ സംഭവത്തെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ ഒരു തയ്യാറെടുപ്പ് നടത്തുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് മോക്ക് ഡ്രിൽ എന്ന് പറയുന്നത്. ഡിസാസ്റ്റർ ഒക്കെ വരുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് എങ്ങനെ അതിനെ തരണം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പൊ ഫ്ലഡ് വന്നു, അതുപോലെ തന്നെ ഇപ്പൊ വേറൊന്നും വേണ്ട, ഗ്യാസ് പൊട്ടിത്തെറിക്കുമ്പോൾ നമ്മൾ എന്താണ് പേടിച്ച് മാറി നിൽക്കാതെ അതെങ്ങനെ നമ്മള് തീ കെടുത്താനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെയുള്ളൊരു തയ്യാറെടുപ്പിനെയാണ് അല്ലെങ്കിൽ ഒരു എന്താ പറയാ
അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ പേടിച്ചു മാറി നിൽക്കാതെ അതിനെ എങ്ങനെ നമുക്ക് മുന്നോട്ട് വന്ന് തരണം ചെയ്ത് അത് മാറ്റിക്കളയാനായിട്ട് സാധിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു അനുകരണത്തെയാണ് നമ്മൾ മോക്ക് ഡ്രിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോ സ്കൂളുകളിലൊക്കെ NSSന്റെ ഭാഗമായിട്ട് പോലീസുകാരൊക്കെ വന്നിട്ട് മോക്ക് ഡ്രിൽസിന്റെ ഇത് നമുക്ക് തരാറുണ്ട്. മോക്ക് ഡ്രിൽസുമായിട്ട് ബന്ധപ്പെട്ട ഓരോ ക്ലാസ്സുകളും അതുപോലെ തന്നെ ഇല്ലേ. ഇപ്പൊ എന്താ CPR എങ്ങനെ ചെയ്യാം എന്നുള്ളതൊക്കെ അവർ അനുകരിച്ച് കാണിക്കാറുണ്ട്, ഡെമോ കാണിക്കാറുണ്ട്. ഇപ്പൊ വഴിയിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ഒരു പ്രായമായ ഒരു വ്യക്തി തളർന്നു വീണു. അപ്പൊ എന്ത് ചെയ്യാം? CPR കൊടുക്കാം അല്ലെ? CPR കൊടുക്കുമ്പോ എന്താണ്, അതെങ്ങനെ കൊടുക്കാം? നമുക്ക് CPR എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും, പക്ഷെ എന്താണ് ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല അല്ലെ? അപ്പൊ അവര് കാണിച്ചു തരാറുണ്ട്. ഇപ്പൊ ഞാനൊക്കെ BEd കഴിഞ്ഞപ്പോ ഞാൻ എന്താ ടൈമിലാണോ BEd പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കണം. ഒരു സ്കൂളിൽ പോയിട്ട് ഒബ്സർവേഷൻ ക്ലാസ് എടുക്കണം ഞങ്ങൾക്ക്. അതെങ്ങനെയാന്ന് വെച്ചാല് 5 ദിവസം ഒരു സ്കൂളിൽ പോകണം. അത് പ്രിൻസിപ്പളിനോടൊക്കെ നമ്മൾ അനുവാദമൊക്കെ ചോദിച്ചിട്ടാണ് പോകുന്നത്. ആ ടൈമില് 1-2 ആഴ്ചയാണ് ക്ലാസ്സിൽ പോകേണ്ടത്. അപ്പൊ അങ്ങനെ ക്ലാസ് എടുക്കുന്ന സമയത്ത് NSSന്റെ ഭാഗമായിട്ട് അവര് സാർമാരൊക്കെ വന്നിട്ട്, പോലീസുകാർ വന്നിട്ട് കുട്ടികൾക്ക് എന്ത് ചെയ്തു, +2കാർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അവര് വന്നപ്പോ ഡെമോ കാണിച്ചു. ഈ CPRന്റെ ഡെമോ ആണ്. അപ്പൊ ഒരു ഡെമോ എന്താ പറയാ, ഡെമ്മി എന്ത് ചെയ്തു, അത് താഴേക്ക് എടുത്തി. എന്നിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്തു, ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ എത്ര തവണ ചെയ്യണം നമ്മള്, അതുപോലെ തന്നെ ഏതൊക്കെ പൊസിഷനിലാണ് കൈ വെക്കേണ്ടത്, എങ്ങനെ വെക്കണം എന്നുള്ളതൊക്കെ നമുക്ക് കാണിച്ചു തന്നു. അങ്ങനെയുള്ള ഡെമോ ക്ലാസ്സുകൾ നമുക്ക് തരും. അതിനെയാണ് നമ്മൾ മോക്ക് ഡ്രിൽസ് എന്ന് പറയും. ഇപ്പൊ ഗ്യാസ് ലീക്കേജ് ഒക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് ഇപ്പൊ 10ല് പഠിക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, പോലീസുകാർ വന്നിട്ട് അവര് കാണിച്ചു തരാറുണ്ട്. എങ്ങനെയാണ് ഇപ്പൊ സിലിണ്ടേഴ്സ് ഒക്കെ കൊണ്ടുവരും, അതുപോലെ തന്നെ ഒരു ചാക്ക് കൊണ്ടുവരാറുണ്ട്. എന്നിട്ട് അതിങ്ങനെ മൂടണം, നനച്ചിട്ട് മൂടണം, അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നതായിട്ട് ഓർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇല്ല, ആർക്കും ഓർമ്മയില്ല? ഉണ്ട്, അതെ, കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ കോഡ് ബ്ലൂ എന്താ? കോഡ് ബ്ലൂ എന്താ? ഇതുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് കോഡ് ബ്ലൂ എന്ന് പറഞ്ഞാല് കാർഡിയാക് അറസ്റ്റ് അല്ലെ? ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള്. അതുപോലെ തന്നെ ഡിസാസ്റ്റർ, ഫയർ, മോക്ക് ഡ്രിൽ, ഇതൊക്കെ ഗ്യാസിന്റെയാണ്. ഡിസാസ്റ്റർ, ദുരന്തങ്ങള്, ഫ്ലഡ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ കോഡ് ബ്ലൂ എന്താണ്? കാർഡിയാക് അറസ്റ്റ്. ഗ്ലോബൽ പാൻഡമിക് പ്രിപ്പയർനെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിപ്പ, അതുപോലെ കൊറോണ ഒക്കെ വന്നപ്പോ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ മാസ്ക് ധരിച്ച് അകലം പാലിക്കുക, അങ്ങനെയുള്ള ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ എന്താണ് ഈ ഓരോ ജില്ലകൾ തോറും അവർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് മോക്ക് ഡ്രിൽസിൽ വരുന്നത്. അപ്പോ ഞാൻ പറഞ്ഞില്ലേ, എന്താണ് CPR കൊടുക്കുമ്പോ ആ പോലീസ് ഉദ്യോഗസ്ഥൻ എന്താണ് ഡെങ്ങിനെ കിടത്തി കൈകൾ ഇങ്ങനെ വെച്ചു, എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തന്നു. എന്നിട്ട് എത്ര പ്രാവശ്യം നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യുമ്പോൾ നമ്മൾ എന്താ നിരീക്ഷിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ? പലവരും നിരീക്ഷിക്കുന്നുണ്ട്. ഞാൻ നിരീക്ഷിക്കുന്നത് പോലെ ആയിരിക്കില്ല കൃഷ്ണേന്ദു നിരീക്ഷിക്കുന്നത് അല്ല. അതുപോലെ തന്നെ കൃഷ്ണേന്ദുവിന്റെ നിരീക്ഷണമായിരിക്കില്ല മുബിക്കുള്ളത്, മുബിയുടെ ഒരു ഒബ്സർവേഷൻ ആയിരിക്കില്ല ഹസീനയ്ക്കുള്ളത് അല്ലെ? പലരും നിരീക്ഷിക്കുന്നത് വ്യത്യാസമാണ്. ഓക്കെ, അപ്പൊ ആ നിരീക്ഷണത്തിൽ ഉണ്ടാകുന്ന മോക്ക് ഡ്രിൽസുമായിട്ട് ബന്ധപ്പെട്ട് നിരീക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളുടെ എണ്ണമാണ് നമ്മളിവിടെ കാണുന്നത്. കിട്ടിയില്ലേ? അതാണ് എന്താണ് നമ്പർ ഓഫ് വേരിയേഷൻ ഒബ്സർവ്ഡ് ഇൻ മോക്ക് ഡ്രിൽ എന്ന് പറയുന്നത്. അതിന് ഫോർമുല നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലേ? ആദ്യമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കറക്റ്റ് ആയിട്ട് അവിടെ കൊടുത്തിട്ടില്ലേ? ആരെങ്കിലും ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തത് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കാം കേട്ടോ. ഉണ്ട്. ഓക്കെ, അപ്പൊ എന്താ ഫോർമുല? നമ്പർ ഓഫ് വേരിയേഷൻസ് ഒബ്സർവ്ഡ് ഇൻ എ മോക്ക് ഡ്രിൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ്, അവിടെ ഓഫ് എന്നുള്ളതൊന്ന് ചേർക്കാം കേട്ടോ, OF. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ മെയ്ഡ് ഇൻറ്റു 100. ഓക്കെ, അപ്പൊ എന്താണ് ടോട്ടൽ നമ്പർ ഓഫ് വേരിയേഷൻസ് ഒബ്സർവേഷൻ എ മോക്ക് ഡ്രിൽ. എന്താണ് അതിവിടെ പറയുന്നത്? ഒരു മോക്ക് ഡ്രിൽ നടത്തുമ്പോൾ
അതില് എത്ര എണ്ണത്തിന് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്? നിരീക്ഷിക്കുമ്പോഴുള്ള വ്യത്യാസങ്ങളാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എത്ര എണ്ണത്തിൽ ചിലപ്പോ അദ്ദേഹം കാണിക്കുന്നതിൽ വ്യത്യാസം ഉണ്ടാവാം, കൈവയ്ക്കുന്നതിൽ വ്യത്യാസം ഉണ്ടാവാം അല്ലെ. മറ്റു പലരും കാണിക്കുമ്പോൾ ഇപ്പൊ ഞാൻ കാണിച്ചാൽ ചിലപ്പോ ഇതിന്റെ രീതിയിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം അല്ലെ. വേരിയേഷൻസ് ഒക്കെ വരാം. അതാണ് അവിടെ പറയുന്നത്. റിലേ നടത്തുമ്പോൾ അതിൽ എത്ര എണ്ണം എന്താണ് വ്യത്യാസങ്ങൾ സംഭവിക്കുന്നുണ്ട്, അതിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ നിരീക്ഷിക്കുന്നതിന്റെ എന്താണ് ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ മെയ്ഡ്, അതായത് നിരീക്ഷണങ്ങൾ നടത്തിയതിന്റെ ടോട്ടൽ എണ്ണം. ഓക്കെ, ഒബ്സർവേഷൻ ചെയ്തതിന്റെ ടോട്ടൽ നമ്പർ ഇൻറ്റു 100. കിട്ടിയോ? എന്താ പറഞ്ഞത്? മോക്ക് ഡ്രിൽ നടത്തുമ്പോ അതിൽ എത്ര എണ്ണത്തിന് വ്യത്യാസം വരുന്നുണ്ട്, അതിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ നിരീക്ഷണങ്ങൾ നടത്തിയതിന്റെ ടോട്ടൽ എണ്ണം ഇൻറ്റു 100. ഓക്കെ, വായിച്ചു നോക്കിയേ. ഓക്കെ, നെക്സ്റ്റ് ആണ് എന്ത്? പേഷ്യന്റ് ഹാർട്ട് റേറ്റ് 28 ആണ്. Hearts per 1000 patient days. Pitfall is defined as the loss of upright position that results on landing on a floor, ground, or an object or furniture, or a sudden uncontrolled, unintentional, purposeful downward displacement of the body to the floor or ground, or hitting other object like a chair or stair. It is that event that ends with a person coming to rest unknowingly on the ground or floor or other lower level. എന്താണ് പേഷ്യന്റ് ഫാൾ റേറ്റ്? നിങ്ങൾ ഈ സെക്യൂരിറ്റി സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിയിലേക്ക് സ്ട്രിപ്സ് ആൻഡ് ഫാൾസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ട? പേഷ്യന്റ് വീഴുന്നത് പേഷ്യന്റ് ഫാൾ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പേഷ്യൻസിന് നേരെ നിൽക്കാൻ പറ്റുന്നുണ്ട്, പെട്ടെന്ന് എന്താണ് താഴെ വീഴുന്നു അല്ലെ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ചിലപ്പോൾ ഒരു ഫർണിച്ചർ തട്ടിയോ അല്ലെങ്കിൽ ഫ്ലോറിൽ എന്തെങ്കിലും ചവിട്ടിയിട്ടൊക്കെ തെന്നി ഫ്ലോറിലേക്ക് വീഴാം അല്ലെ. അപ്പൊ ഫർണിച്ചറൊക്കെ തട്ടി വീഴാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ വെള്ളമോ, ഇപ്പൊ നമ്മളെ വീട്ടിലായാലും ഇപ്പൊ ടൈമിലൊക്കെ വെള്ളം
പെയിന്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ കാണില്ല. വൈറ്റ് കളറൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ കാണില്ല അല്ലെ. നമ്മൾ എന്തെങ്കിലും ഇപ്പൊ അടുക്കളയിലൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ധൃതി പിടിച്ച ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ ചിലപ്പോൾ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ നേരെ കിടക്കും അല്ലെ. നേരെ ഓയിലും കാര്യങ്ങളൊക്കെ വീണിട്ടുണ്ടെങ്കിലും എന്താണ് നേരെ താഴേക്ക് നമ്മൾ പറയും. അതുപോലെ തന്നെയാണ് ഇത് ഹോസ്പിറ്റലിലായാലും പേഷ്യൻസ് ചിലപ്പോൾ ഫർണിച്ചർ തട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും താഴേക്ക് എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചവിട്ടിയിട്ടോ താഴേക്ക് വീഴാം. എന്താണത്? മനഃപൂർവ്വമല്ല, പെട്ടെന്നാണ് അങ്ങനെ സംഭവിക്കുന്നത് അല്ലെ. മനഃപൂർവ്വമല്ല, അൺഇന്റൻഷണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനഃപൂർവ്വമല്ല, പെട്ടെന്നാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതിന്റെ റേറ്റ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഗ്രൗണ്ടിലേക്ക് അല്ലെങ്കിൽ ഫ്ലോറിലേക്ക് അല്ലെങ്കിൽ ലോവർ ലെവലിലേക്കൊക്കെയാണ് പേഷ്യന്റ് ഫാൾ ചെയ്യുന്നത്, ഓക്കെ, വീഴുന്നത്. അത്തരത്തിലുള്ള റേറ്റ് ആണ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫോർമുല നോക്കിയേ, നമ്പർ ഓഫ് പേഷ്യന്റ് ഫാൾസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യൻസ് ഡേയ്സ് ഇൻ 2000. അപ്പൊ എന്താണ് പേഷ്യന്റ് ഫാള്, വീണ പേഷ്യൻസിന്റെ എണ്ണം എത്രയാണ്? എല്ലാവരും വീഴണമെന്നില്ലല്ലേ. അപ്പൊ വീണ പേഷ്യൻസിന്റെ എണ്ണം എത്രയാണെങ്കിൽ അതവിടെ എഴുതാം. ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യൻസ് ഡേയ്സ്, എത്ര പേഷ്യന്റ് ആണ് അവിടെ ഉള്ളത്. ഓക്കെ, എത്രയും പേഷ്യൻസ് ഉണ്ട് എന്നുള്ളതിന്റെ അവരുടെ എണ്ണം ഏതാ ഇൻറ്റു 100. അവിടെ 1000 പേഷ്യന്റ് ഡേയ്സ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതാണ് അവിടെ 1000 വന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ് എത്ര പേഷ്യന്റ് വീണു അതിന്റെ ടോട്ടൽ നമ്പർ ഏതാ ഡിവൈഡഡ് ബൈ എത്ര പേഷ്യന്റ് ഉണ്ട് അവരുടെ എണ്ണം ഇൻറ്റു 1000. കിട്ടിയോ? ഇത്രയും വരെ നമുക്ക് നിർത്താം. ബാക്കി നെക്സ്റ്റ് ക്ലാസ് എടുക്കാം, നാളെ എടുക്കാറുണ്ട്. ഓക്കെ, ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോ കേട്ടോ. നമ്മൾ 28 വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇന്നലെ 19 വരെ നമ്മൾ മാർക്ക് ചെയ്തല്ലേ. ഇനി നെക്സ്റ്റ് 21 മാർക്ക് ചെയ്യേണ്ടതാണ് പറയുന്നത്. 21, 23, 21, 23, 24, 24, 28, 28. ഓക്കെ, കിട്ടിയല്ലേ? 21, 23, 24, 28. ഓക്കെ, ഇത്രയും വരെ നാളെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.